നാവിൻ്റെ വരവെന്ന് പറയും. നമ്മൾ പ്രാർത്ഥിച്ച് വരുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥനയുടെ കൺട്രോൾ പോവും. എന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ലല്ലബിസ് പറയാൻ തുടങ്ങും. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയ്ക്ക് പരിചയമില്ലാത്ത റിഥമാറ്റിക്, ചിലപ്പോൾ നോൺ റിഥമാറ്റിക് ആയിട്ടുള്ള സ്വരങ്ങൾ പുറപ്പെടുവിക്കും. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയണത്, അതിന് അടുത്ത് പൗലോസപ്പോസൻ പറയും, അങ്ങനെ ഒരു ആർക്കെങ്കിലും ഗിഫ്റ്റ് ഓഫ് ടങ് കിട്ടിയാൽ അത് ജനങ്ങൾക്ക് കർത്താവ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളിനത് വ്യാഖ്യാനിക്കാനുള്ള വരവുണ്ടാവും. അപ്പോൾ അയാളത് പറയണം. വ്യാഖ്യാനിക്കാൻ വരമില്ല ഉള്ള ആരും ആ കമ്മ്യൂണിറ്റിയിൽ ഇല്ലെങ്കിൽ ഭാഷാപരക്കാരൻ നാവടക്കി ഇരിക്കുകയാണ് നല്ലതെന്ന് പറയും. അല്ല, പൗലോസപ്പോസ്തലൻ്റെ കൊരിന്ത്യസ് ലേഖനത്തിലുള്ളതാണ്. അവനെ ഗിഫ്റ്റ് ഓഫ് ടങ് പോലെ തന്നെയാണ് അത്. നമുക്ക് വിശ്വാസവരം, ഫെയ്ത്ത് ഗിഫ്റ്റായിട്ട് കിട്ടും. നമ്മൾക്ക് ഫെയ്ത്ത് മെക്കാനിക്കലായിട്ട് കിട്ടുന്നുണ്ട്. ഫെയ്ത്ത് 2-3 തരത്തിലാണ് നമുക്ക് ഫെയ്ത്ത് വരണത്. വിശ്വാസം കേൾവിയിൽ നിന്ന് വരും, അല്ലേ? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ നിന്ന് വരും. അതൊരു വരവാണ്. വിശ്വാസം എങ്ങനെ വരുന്നു, നമ്മളിലേക്ക് എങ്ങനെ വരണത്? വിശ്വാസം നമ്മളിലേക്ക് എങ്ങനെ വരണത്? ഒന്നെങ്ങനെ വരണത്? വിശ്വാസം കേൾവിയിൽ നിന്ന്. പിന്നെന്താണ്? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന്, അല്ലെങ്കിൽ പ്രസംഗത്തിൽ നിന്ന് ആണ് വിശ്വാസം വരണത്. ഇനി വിശ്വാസം ഗിഫ്റ്റായിട്ട് വരും. കാരണം ഇതൊരു പ്രാഥമിക, ഇപ്പം നമ്മൾ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കണ പോലെ തന്നെയാണ് വിശ്വാസം. കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് ഇങ്ങനെ ബൈബിൾ വായിക്കുകയും ബൈബിൾ പ്രസംഗം കേൾക്കുകയും ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് നമുക്കൊരു വിശ്വാസം നമ്മൾ രൂപപ്പെട്ട് പതുക്കെ വരും. ഭയങ്കര സ്ലോ പ്രോസസ്സാണ് വിശ്വാസം. കേൾവിയിൽ നിന്ന് വരുന്നത് സ്ലോ പ്രോസസ്സാണ്. പക്ഷേ ഉള്ളത് ഉരുക്കായിട്ട് നല്ല ബലമായിട്ടിരിക്കും. അതാണ് ആ വിശ്വാസത്തിൻ്റെ പ്രശ്നം. അതായത് വിശ്വാസം കേൾവിയിൽ നിന്ന് വരണത്. ഇനി ഈ വിശ്വാസം തന്നെ ഗിഫ്റ്റായിട്ട് കിട്ടും. ഗിഫ്റ്റായിട്ട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്നു. വിശ്വാസത്തിന് വലിയ ഗ്രോത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് ഭയങ്കരമായ ആഗ്രഹമാണ് വിശ്വാസത്തിൽ വളർന്നേ പറ്റത്തുള്ളൂ. കാര്യം വിശ്വാസം കൊണ്ടാണല്ലോ നീതിമാൻ ജീവിക്കണത്, ഇല്ലേ? ഇപ്പം ഹെബ്രായർ 11:1 എടുത്തേ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോഴേ ഇത് ഒരു 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങളാണ്. ഈ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? ബൈബിൾ പിന്നെയും പറയും, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ തന്നെ നിങ്ങൾ കിടക്കരുത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കടന്ന് നമുക്ക് പക്വതയിലേക്ക് വളരാം, അല്ലേ? ഹെബ്രായർ 6:5 വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ. ശ്രുതികട ഹല്ലേലൂയ. 6:1 അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വത